ഒരു വാർത്തയിലേക്ക് പന്തീരങ്കാവ് നവവധൂ വധശ്രമക്കേസിൽ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ റിപ്പോർട്ട് കോടതിയിൽ പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കും. വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുകയാണ്. റിയാസ്, ഈ രഹസ്യമൊഴി, ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഇതിനായിട്ട് ഹർജി പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം പന്തീരങ്കാവ് സ്റ്റേഷനിലെ പോലീസുകാരുടെ പശ്ചാത്തലം പരിശോധിക്കുന്നു കമ്മീഷണർ എന്നുണ്ട്. എന്തൊക്കെയാണ് ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ? അജിംഷാദ്, ഈ പന്തീരാങ്കാവ് നവവധു വധശ്രമ കേസിൽ നവവധുവിൻ്റെ രഹസ്യമൊഴിയാണ് പോലീസ് രേഖപ്പെടുത്താൻ നീക്കം തുടങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി കോഴിക്കോട് കോടതിയിൽ ഇത് സംബന്ധിച്ച റിപ്പോർട്ട്, ഹർജി എന്തായാലും പോലീസ് സമർപ്പിച്ചിട്ടുണ്ട്. അത് കോടതി പരിഗണിക്കുന്ന മുറയ്ക്ക് CRPC 146 വകുപ്പ് പ്രകാരമുള്ള രഹസ്യമൊഴി രേഖപ്പെടുത്തും. അതോടുകൂടി മുഖ്യപ്രതി രാഹുലിനെതിരെയും ഒപ്പം തന്നെ രാഹുലിൻ്റെ അമ്മ, സഹോദരി തുടങ്ങിയ മറ്റ് പ്രതികൾക്കെതിരെയുമുള്ള ശക്തമായ ഒരു നീക്കമായി അതിനെ നിയമവിദഗ്ധർ വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം നിലവിൽ രാഹുലിൻ്റെ അമ്മ ഉഷാകുമാരിയുടെയും സഹോദരി കാർത്തികയുടെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച ഈ ഹർജി 20-ന് കോടതി, ജില്ലാ സെഷൻസ് കോടതി പരിഗണിച്ചിരുന്നു. എന്നാൽ അത് പിന്നീട് പോലീസ് അന്ന് റിപ്പോർട്ട് സമർപ്പിക്കാത്തതിനെ തുടർന്ന് 27-ലേക്ക് ജില്ലാ സെഷൻസ് കോടതി മാറ്റുകയായിരുന്നു. അതിനിടെയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ തന്ത്രപരമായൊരു നീക്കം ഉണ്ടായിട്ടുള്ളത്. ആദ്യം തന്നെ, തുടക്കത്തിൽ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് പഴി കേൾക്കേണ്ടി വന്നിരുന്നു. എന്നാൽ ഫറൂഖ് ACP സജു കെ എബ്രഹാമിൻ്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഈ കേസ് ഏറ്റെടുത്തതോടുകൂടി കുറച്ചുകൂടി തന്ത്രപൂർവ്വം പോലീസ് നീക്കം നടത്തുന്നതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൻ്റെ ഭാഗം കൂടിയാണ് ഇപ്പോൾ ഇരയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള പോലീസിൻ്റെ നീക്കം. അതോടനുബന്ധിച്ചാണ് കോടതിയിൽ അത് സംബന്ധിച്ച അപേക്ഷ നൽകിയിരിക്കുന്നത്. അടുത്ത ദിവസം തന്നെ കോടതി ഇത് പരിഗണിക്കും. ഇത് പരിഗണിച്ചയുടൻ തന്നെ ഇരയെ കോഴിക്കോട് എത്തിച്ച് കോഴിക്കോട് കോടതി മുൻപാകെ രഹസ്യമൊഴി നൽകാനുള്ള സംവിധാനം ഒരുക്കുകയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. ഒപ്പം തന്നെ അജിംഷാദ് ചോദിച്ച മറ്റൊരു ചോദ്യം, അതായത് പന്തീരാങ്കാവ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരെ അവരുടെ പശ്ചാത്തലം പരിശോധിക്കാൻ കമ്മീഷണർ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. കാരണം നിലവിൽ 32 പോലീസുകാരാണ് പന്തീരാങ്കാവ് സ്റ്റേഷനിൽ ഉള്ളത്. നിരവധി വിവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കേൾക്കേണ്ടി വന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് പന്തീരാങ്കാവ്. മാത്രമല്ല നിരവധി കേസുകളുള്ള ഒരു പോലീസ് സ്റ്റേഷനാണ്. ബൈപ്പാസ് കൂടി ഉൾപ്പെടുന്ന ഒരു സ്റ്റേഷൻ പരിധി ആയതിനാൽ തന്നെ മയക്കുമരുന്ന് കേസുകളും പിടിച്ചുപറി കേസുകളും അപകടങ്ങളും അടക്കമുള്ള നിരവധി കേസുകൾ കെട്ടിക്കിടക്കുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണ്. അതിനിടെയാണ് ഈ നവവധു വധശ്രമ കേസിൽ പ്രതിയെ രക്ഷിക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ 2 പോലീസുകാർക്ക് അവിടെ നിന്നും സസ്പെൻഷൻ നേരിടേണ്ടി വന്നത്. തുടക്കത്തിൽ ഈ കേസ് അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയതിൻ്റെ പേരിൽ SHO ASRനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഈ പ്രതിയെ വിദേശത്തേക്ക് കടക്കാൻ സഹായിച്ചതിൽ ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസറായിരുന്ന ശരത് ലാലിനെയും നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു. ആ പശ്ചാത്തലത്തിലാണ് കമ്മീഷണറുടെ തീരുമാനം. ഒപ്പം തന്നെ ഇതൊരു സ്ഥലം മാറ്റം കിട്ടുന്ന ഒരു പോലീസ് സ്റ്റേഷൻ എന്നൊരു പഴി കൂടി ഈ സ്റ്റേഷനുണ്ട്. അതുകൂടി ഒഴിവാക്കുക എന്നതിൻ്റെ ഭാഗമായാണ് ഇപ്പോഴത്തെ കമ്മീഷണറുടെ തീരുമാനം. അതിൻ്റെ ഭാഗമായി പന്നിയങ്കര SHO രഞ്ജിത്ത് രവീന്ദ്രന് പന്തീരാങ്കാവ് SHOയുടെ അധിക ചുമതല കൂടി നൽകിയിട്ടുണ്ട്. നിലവിൽ കേസ് അന്വേഷിക്കുന്ന ഫറൂഖ് ACPയുടെ 7-അംഗ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ രഞ്ജിത്ത് രവീന്ദ്രൻ. അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ അവിടെ കൊണ്ടുവരിക വഴി ഈ പന്തീരാങ്കാവ് സ്റ്റേഷനിൽ ഒരു ശുദ്ധി കലശം നടത്തുക എന്നതിലേക്കാണ് കമ്മീഷണർ കാര്യങ്ങൾ നീക്കുന്നത്. അതിനുള്ള നടപടികൾ കമ്മീഷണറുടെ ഭാഗത്തുനിന്നും ആരംഭിച്ചതായാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അജിംഷാദ്. ശരി, റിയാസ് KMR ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്.